ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആരോഗ്യ ജാലകത്തിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളെപ്പോലെ തന്നെ ഇന്ന് ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ഒരു ഗർഭാശയ രോഗമാണ് എൻഡോമെട്രിയോസിസ്. ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെ ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജനും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ചൈത്രയാണ്. നമസ്കാരം മാം. നമസ്കാരം മാം. നമ്മളിന്ന് ഏറ്റവും കോമൺ ആയ ഒരു ഗർഭാശയ രോഗത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്താണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്? ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭാശയക്ക് മാത്രം റെസ്ട്രിക്റ്റഡ് ഡിസീസ് അല്ല. ഇറ്റ് ഈസ് എ പ്രോബ്ലം വേർ ദ എൻഡോമെട്രിയൽ ലൈനിങ്സ്, നമ്മൾ ഗർഭപാത്രയുടെ ഉള്ളിലുള്ള ലൈനിങ് ഉണ്ടല്ലോ, ഭിത്തിൻ്റെ ലൈനിങ്, ആ ലൈനിങ്ങിലുള്ള ഗ്ലാൻഡ്സും സ്ട്രോമ എന്ന് പറയുന്ന സാധനങ്ങൾ പുറത്ത് ഗർഭപാത്രം മാത്രമല്ലാത്ത ഗർഭപാത്രത്തെ ഭിത്തിയിലും ഗർഭപാത്രത്തെ ഔട്ട്സൈഡ് വേറെ വേറെ അംഗങ്ങളുണ്ടല്ലോ, നമ്മൾ ഓവറീസ് ആയാലോ ട്യൂബ്സ് ആയാലോ പെരിറ്റോണിയം ആയാലോ അല്ലാത്ത വേറെ അവയവങ്ങളാത് നമ്മളെ കുടലി, നമ്മൾ പിന്നെ ബ്ലാഡർ, യൂറിറ്റർ, അങ്ങനെ കുറേ ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യുന്നതാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന സാധനം. സോ ഇത് ഇങ്ങനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറേ സിംറ്റംസ് ആയിട്ടാണ് പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു മിസ്റ്ററിക്കൽ ഡിസീസ്, സ്റ്റെഫി എടുത്ത് പറയുമായിരുന്നു പണ്ട്, മിസ്റ്ററിക്കൽ ഡിസീസ് എന്നൊക്കെ അറിയുന്നത്. ബിക്കോസ് പേഷ്യൻസിന് ജസ്റ്റ് ഒരു മാസം മുറിവിൻ്റെ ടൈമിൽ പെയിൻ മാത്രമല്ലാതെ, പീരിയഡ്സ് ടൈമിൽ പെയിൻ മാത്രമല്ലാത്ത വേറെ ടൈമിൽ മാസത്തിൽ ചിലപ്പം 10 days 15 days ക്രോണിക് ആയിട്ട് ഇങ്ങനെ പെയിൻഫുള്ളായിട്ട് അടിവയറ് വേദന ആവാം, ചിലപ്പം മൂത്ര പോകുമ്പോൾ വേദന ആവാം, ചിലപ്പം മോഷൻസ് പാസ് ചെയ്യുമ്പോൾ പെയിൻ ആവാം, ചിലപ്പം വന്ധ്യത ആയിട്ട്, ചിലപ്പം പേഷ്യൻസിന് ഈ കുറേ വേറെ വേറെ സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് അറ്റ് എ സ്ട്രെച്ച്. സോ ഇറ്റ് ടേക്സ് ലോങ് ടൈം. ചിലപ്പം 10 വർഷം കഴിഞ്ഞിട്ടാണ് അറിയാൻ പോകുന്നത് ഇത് എൻഡോമെട്രിയോസിസ് ആയിരുന്നു, പേഷ്യൻ്റ് ഇത്ര വർഷങ്ങൾ സഹിച്ച വേദന ഈ എൻഡോമെട്രിയോസിസ് കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിന് മിസ്റ്ററിക്കൽ ഡിസീസ് എന്നാണ് പറയുന്നത്. ഈ മിസ്റ്ററിക്കൽ ഡിസീസ് എന്ന് പറയുന്നത് ഏത് പ്രായക്കാരിലാണ് മാം ഈ ഒരു അസുഖം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്? അതിൻ്റെ ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു അസുഖത്തിൻ്റെ പ്രിവലൻസ് എത്രത്തോളം ആണെന്നൊന്ന് പറയാമോ? ഡെഫിനറ്റ്ലി സ്റ്റെഫി, എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് വെരി കോമൺ, ലൈക്ക് we can say at least 30% of the couple who come in the infertility clinic, which I am seeing very commonly, is endometriosis. 30% of the couple. Otherwise general population എടുത്താൽ 1 in 10, സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് 10 കുട്ടികളെ നോക്കിയാൽ വയറുവേദന ആയിട്ട് ഒരു കുട്ടിക്ക് ഇറ്റ് വിൽ ബി endometriosis. So it's so common is a endometriosis. The problem is as I mentioned, it involves കുറേ ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡയഗ്നോസിസ് ഇമ്മീഡിയറ്റ്ലി ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ അത് ടേക്സ് ടൈം. ആൻഡ് ദ പേഷ്യൻറ്റ് കൂടെ അറിഞ്ഞിരിക്കണം ഇങ്ങനെ വാട്ട് ദ മെസ്സേജ് ഐ വോണ്ട് ടു കൺവേ ഇൻ ടുഡേസ് ടോക്ക് ഈസ് മെയിൻലി ജസ്റ്റ് പെയിൻഫുൾ ആണ് പീരിയഡ്സ്. അമ്മമാർ പറയും, അച്ഛന്മാർ പറയും, ചെറിയ പെയിൻ അല്ലേ, അത് സഹിക്കാൻ പറ്റത്തില്ലേ, അത്ര ടോളറൻസ് ഇല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കരുത്. ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ലൈക്ക് എൻഡോമെട്രിയോസിസ് വിച്ച് ആർ വെരി സിവിയർ പെയിൻഫുൾ. പേഷ്യൻസിന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. മോള് പറഞ്ഞ പോലെ ലൈക്ക് ആസ് ഏർലി ആസ് 12 to 13 years വെൻ ദ സ്റ്റാർട്ട് ദ പീരിയഡ്സ്, ആ സമയത്തൊട്ട് എപ്പോൾ വേണമെങ്കിൽ അപ് ടു 45-50 years റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും നമ്മൾ, ആ സമയം വരെ ഈ പീരിയഡ്സിൻ്റെ പ്രോബ്ലം എൻഡോമെട്രിയോസിസ് ബാധിക്കാൻ സാധ്യത ഉള്ളതാണ്. സോ എവറിബഡി ഹൂ ഹാസ് എ പെയിൻഫുൾ പീരിയഡ്സ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടോളറബിൾ, വെരി സിവിയർ, ഷുഡ് നോട്ട് ബി നെഗ്ലെക്റ്റഡ്. ദേ ഷുഡ് അപ്രോച്ച് എ ഗൈനക്കോളജിസ്റ്റ്. ഫസ്റ്റ് നമ്മൾ ഇതിനെ പ്രൈമറി ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും എവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വെൻ നെസസറി ദേ വിൽ റെഫർ ടു ദ സ്പെഷ്യലിസ്റ്റ് ഇൻ എൻഡോമെട്രിയോസിസ്. മാം, ഇപ്പം ഒരുപാട് ഇൻഫർമേഷൻസ് ഈ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെ നമുക്ക് ഈ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ ഓൾറെഡി കുറച്ച് സിംറ്റംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പെയിൻഫുൾ പീരിയഡ്സ് ആണ് മോസ്റ്റ് കോമൺ. വി കോൾ ഇറ്റ് ആസ് ട്രയാഡ്. ദ 3 മെയിൻ സിംറ്റംസ് ഒരു ഡിസ്മെനോറിയ എന്ന് പറയും, നമ്മൾ മാസം മുറിവിൻ്റെ ടൈമിൽ വരുന്ന പീരിയഡ്സിൻ്റെ പെയിൻ. അത് സ്പെസിഫിക്കലി കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ പീരിയഡ്സ് തുടങ്ങാൻ മുമ്പ് തന്നെ പെയിൻ തുടങ്ങും. അത് 3-4 days മുമ്പ്, ചിലപ്പം പീരിയഡ്സിന് കൂടെ അത് നിൽക്കും. പിന്നെ 5 to 7 days ആയാലും അത് മാറത്തില്ല. Like it takes almost half the month
ഫുൾ എക്സ്റ്റെൻഡ് ആവും അങ്ങനെ. പിന്നെ ഇറ്റ് ക്യാൻ ബി ദർ ആർ മെനി ട്രിഗറിങ് പോയിന്റ്സ് ഫോർ ദിസ് എൻഡോമെട്രിയോസിസ് പെയിൻ. ലൈക്ക് ചിലപ്പം യൂറിൻ വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ, ബാത്റൂം ഇല്ല എന്ന് പറഞ്ഞിട്ട് യൂറിൻ മോഷൻ പോവാതെ വെക്കുമ്പോൾ കൂടെ ദ പെയിൻ ഗെറ്റ്സ് ട്രിഗർഡ്. സോ യു ഗെറ്റ് എ പെയിൻ വിച്ച് ഇസ് ദ ട്രിഗറിങ് ഇവൻറ്റ്സ് ലൈക്ക് മാസം മുഴുവൻ്റെ ടൈമിലായാലും, ഓവുലേഷൻ നടക്കുന്ന ടൈമിലായാലും, ഇല്ല ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ട് ശേഷം പെയിൻഫുൾ ആയിരിക്കാം ചിലപ്പം അവർക്ക് വരി അങ്ങനത്തെ പെയിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻ. വി കോൾ ഇറ്റ് ആസ് ഡിസ്മെനൂറിയ, ഡിസ്പെരൂനിയ, ഡിസ്ട്രീഷ്യ. ചില ആൾക്കാർക്ക് ആ പീരിയഡ്സ് ടൈമിൽ മോഷൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര സിവിയർ പെയിൻ, ദേ ഡോണ്ട് വാണ്ട് ടു പാസ് മോഷൻ. എനിത്തിങ് ക്യാൻ യു ഡു ഡോക്ടർ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പെയിൻ എന്ന് വരും. അതായിരിക്കും മെയിൻ സിംറ്റംസ്. ഓക്കെ, ആൻഡ് ദിസ് പെയിൻ ഈസ് വെരി ഡീപ്പ് സീറ്റഡ്. സോ there are conditions where the patients would have suffered and gone to 10-15 doctors to diagnose, because ഇത് കുറേ കാരണങ്ങളുണ്ട്. Clinical features ആണ് mainly important. So early you diagnosis, more you can curtail the progression. മെയിൻലി പെയിൻ ആയിരിക്കും സിംറ്റംസ്, അല്ലാത്ത ഹെവി ബ്ലീഡിങ് കൂടെ ആയിരിക്കാം. ആസ് ഐ വാസ് ടെല്ലിങ്, ഈ ഭിത്തിയിൽ കയറി നിൽക്കുന്നത് എൻഡോമെട്രിയോസിസ് ഇന്റർന എന്ന് പറയും നമ്മൾ, അഡിനോമയോസിസ്. ആ സിറ്റുവേഷനിൽ വി ഹാവ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, പീരിയഡ്സ് അല്ലാത്ത ടൈമിൽ 1-2 ഡ്രോപ്പ് ബ്ലഡ് കാണുന്നത്, ബന്ധപ്പെടുമ്പോൾ ബ്ലീഡിങ് കാണുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ചില സമയത്ത് ഇറ്റ് മേ ബി ഈവൻ യൂറിൻലി ബ്ലീഡിങ് ആയിട്ട് കാണുന്നത്, ഇല്ല മോഷൻ പോകുമ്പോൾ ബ്ലഡ് ആയിട്ട് കാണുന്നത്, പീരിയഡ്സ് ടൈമിൽ സ്പെസിഫിക്കലി. ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് നമ്മൾ, സിംറ്റംസ് ആണ് മനസ്സിൽ വെക്കുന്നത്. ആൻഡ് ദോസ് പീപ്പിൾ ഹു ആർ ഹാവിങ് ദിസ് സിറ്റുവേഷൻ ഷുഡ് അപ്രോച്ച് ദ ഗൈനക്കോളജിസ്റ്റ്. ഇതുപോലെ തന്നെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ ഡിസോർഡറാണ് PCOD എന്ന് പറയുന്നത്. ഏകദേശം PCODയുടെ സിംറ്റംസും എൻഡോമെട്രിയോസിസിൻ്റെ സിംറ്റംസും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എത്രയും വേഗം എങ്ങനെ ഡയഗ്നോസ് ചെയ്ത് എടുക്കാൻ പറ്റും, എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇവയെ രണ്ടിനും തമ്മിൽ? PCOSൽ നമ്മൾ ഇത്ര പെയിൻഫുൾ പീരിയഡ്സ് കാണത്തില്ല. ഇതിൻ്റെ ക്ലിൻച്ചിങ് ഡയഗ്നോസ്റ്റിക് സിംറ്റം ആയിരിക്കും പെയിൻ. പിന്നെ കുറേ കാരണങ്ങൾ, വയറുവേദന വരാം, നോട്ട് ജസ്റ്റ് എൻഡോമെട്രിയോസിസ്. ഇറ്റ് ക്യാൻ ബി ഒരു മുഴയായിട്ട് ഫൈബ്രോയിഡ് കൊണ്ട് പെയിൻ വരാം, ഇല്ല ഇൻഫെക്ഷൻ കൊണ്ട് പെയിൻ വരാം, ഇല്ല ഈ നമ്മൾ പോളിസിസ്റ്റിക് ഓവറീസിൻ്റെ സിസ്റ്റിക് ഓവറീസ് ടോർഷൻ ആവുമ്പോൾ പെയിൻ വരാം. നമ്മൾ മെയിൻലി ഇതിന് ഹിസ്റ്ററി വൈസ് നോക്കും. ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ഇതിൻ്റെ പേര്. നമ്മൾ സയൻറ്റിഫിക്കലി നോക്കിയാൽ എങ്ങനെ ഇത് തുടങ്ങി, എങ്ങനെ ഇത് പ്രോഗ്രസ് ആവുന്നുണ്ടെന്ന് നോക്കിയാൽ ഇറ്റ്സ് എ ക്രോണിക് ഇൻഫ്ലമേഷൻ ലൈക്ക് ഓവർ എ പീരിയഡ് ഓഫ് 10 years, 15 years, 20 years. ചെറിയ ഇൻവോൾവ്മെൻറ്റ് ആയിട്ടാണ് കൂടുതൽ പ്രോഗ്രസ് ആവുന്നത്. സോ ഇഫ് യു ടേക്ക് ദ പേഷ്യൻ്റ് ഇസ് സഫറിങ് ഫ്രം എ ലോങ് ടൈം, ഫസ്റ്റ് തിങ്. Second thing, pain is the main symptom. Third thing, they will have other, once the disease or extent to severity, നമ്മൾ സ്റ്റേജ് 1 to stage 4 എന്ന് പറയും സ്റ്റേജ് ചെയ്യുമ്പോൾ സയൻറ്റിഫിക്കലി എൻഡോമെട്രിയോസിസ്. സ്റ്റേജ് 4 ഒക്കെ പോകുമ്പോൾ they will have other symptoms like ചിലപ്പം നോസിയ, വോമിറ്റിംഗ് ആയിരിക്കും കൂടുതൽ, ഈ മോഷൻ പോകുന്ന ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ, ഇല്ല യൂറിനറി സിംറ്റംസ് ആയിരിക്കും കൂടുതൽ, റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻസ് ആയിട്ട് അങ്ങനെ. സോ the diagnosis is a mystery in itself, which needs expertise to diagnose. That's what is the main problem. In this, basically, നമ്മൾ ഹിസ്റ്ററി നോക്കും, സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് പിന്നെ സ്കാൻ ചെയ്യും. ഒരു ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുന്നത് സ്കാനിങ് ആയിട്ട്. സ്കാനിങ്ങിൽ കൂടെ 100% we can't diagnose it because ഓവറീസ് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ചോക്ലേറ്റ് സിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇറ്റ് വിൽ ഗീവ് എ ക്ലൂ ടു ദ എൻഡോമെട്രിയോസിസ്. അല്ലാത്ത വേറെ അവയവങ്ങൾ, നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ്സ് ആയാലും പെരിറ്റോണിയൻ ലൈനിങ്, വയറിൻ്റെ ഉദരത്തിൻ്റെ ലൈനിങ് ആയാലും എല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണത്തില്ല സ്കാനിങ്ങിൽ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ പേഷ്യൻറ്റ് ഈസ് ഹാവിങ് ദ പ്രോബ്ലം. അതനുസരിച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടി വരും ആ സമയത്ത്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് MRI എന്ന് പറയും. MRI ചെയ്താൽ കൂടെ ഒരു ക്ലൂ കിട്ടും. ദർ ഈസ് സം തിക്കനിങ്, സം ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഗോയിങ് ഓൺ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. പക്ഷെ വി കാൻറ്റ് 100% സേ എൻഡോമെട്രിയോസിസ്. ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഹൗ വിൽ യു ഡയഗ്നോസ് ദ എൻഡോമെട്രിയോസിസ്, എ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ കീ ഹോളായിട്ട് ഇട്ടിട്ട് നോക്കണം. ദെൻ ഇൻ ദ കീ ഹോളായിട്ട് ഇട്ടിട്ട് നോക്കുമ്പോൾ വി വിൽ സീ ദ ബ്ലഡ് ഇൻ ദ സ്പോട്ട്സ് ഒക്കെ വയറിൻ്റെ ലൈനിങ്ങിൽ കാണും, ഇല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് ആയിട്ട് കാണും, ബ്ലാക്ക് പാച്ചസ് ആയിട്ട് കാണും. ചിലപ്പം പക്കറി, ഇങ്ങനെ 10 വർഷം കൊണ്ടായിട്ട് 2-3 ഓർഗൻസ് ഒന്നിച്ച് നിൽക്കുമായിരിക്കും, ഒട്ടിപ്പിടിച്ച കാണും. പിന്നെ അവിടെയൊക്കെ എല്ലാ പഴയ ബ്ലഡിൻ്റെ കറുത്ത ബ്ലാക്ക് ഡെപ്പോസിറ്റ്സ് വിച്ച് ഇഫ് യു റിമൂവ് ഇറ്റ് കംസ് ലൈക്ക് എ ചോക്ലേറ്റ് മെറ്റീരിയൽ. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് ചോക്ലേറ്റ്. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഓൾഡ് ബ്ലഡ്, കളക്റ്റഡ് ഓൾഡ് ബ്ലഡ്. നമ്മൾ മെൻസ്ട്രൽ ബ്ലഡ് എങ്ങനെ പുറത്തേക്ക് പോകും, അങ്ങനെ വയറിനുള്ളിൽ കളക്ട് ആകുമ്പോഴാണ് വി കോൾ ഇറ്റ് ആസ് ചോക്ലേറ്റ്. So the chocolate material depositing multiple parts of the body will give you the different symptoms.
സോ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ഇസ് 100% ബേസിക്കലി ഫ്രം ലാപ്രോസ്കോപ്പി ആൻഡ് ഓൾസോ ആ ബയോപ്സി എടുത്തിട്ട് നോക്കണം ഹിസ്റ്റോപത്തോളജി. ദാറ്റ് ഈസ് ദ ഫൈനൽ ഡയഗ്നോസിസ്. സോ ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ എല്ലാവർക്കും വേദന ഉള്ളവർക്ക് കീഹോൾ ഇട്ടിട്ട് നോക്കുമെന്നല്ല. Depending on what type of symptoms they are presenting, how do we treat it and how they are responding, we will go ahead with it. മാം, ഈ അസുഖം വന്ധ്യതയ്ക്കൊരു കാരണമാകുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാരണമാകുന്നത്? നമ്മൾ അതിനെ പേടിക്കേണ്ടതുണ്ടോ? ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് പേടിക്കേണ്ടതുണ്ടോ? Yes. Endometriosis, most of the 60% of the unexplained conditions, നമ്മുടെ ചോക്ലേറ്റ് സിസ്റ്റർ സ്കാനിങ്ങിലും കാണാത്ത കുറേ 60% ഓഫ് ദ കപ്പിൾ വരുമ്പോൾ ഇറ്റ് വിൽ ബി എൻഡോമെട്രിയോസിസ് മെയിൻലി റീസൺ. മീൻസ് വെരി ഫ്രീക്വൻ്റ്ലി സീൻ ഇൻ ഇൻഫെർട്ടിലിറ്റി കപ്പിൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലഡ് കളക്ഷൻ എന്താ ഉള്ളത്, അത് നമ്മൾ വയറിൽ വിപരീതമാത ഹോർമോൺസും വിപരീതമാത പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വെരി ടോക്സിക് ടു ദ എഗ്. നമ്മൾ ഓവുലേഷൻ സമയത്ത് വരുന്ന എഗ്ഗ് കൊണ്ടാണ് ഭ്രൂണ ഫോം ആവുന്നത്. അത് നമ്മൾ ഈ എൻഡോമെട്രിയോസിസ് എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് ഗുഡ് for this to happen. First thing. Second thing, ഈ ചോക്ലേറ്റ് സിസ്റ്റം എന്താ ഓവറിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി 4 cm, 5 cm, 10, 15, 20 വരെ കണ്ടിട്ടുണ്ട്. സോ വെൻ ഇറ്റ് ബിക്കംസ് സോ ബിഗർ ആൻഡ് ബിഗർ ഇറ്റ് വിൽ ഈറ്റ് അവേ എവറിത്തിങ്. അടുത്തുള്ള എല്ലാ സാധനങ്ങളെയും അത് തിന്നുകൊണ്ട് നടക്കും. മീൻസ് നോർമൽ എഗ്സിനൊക്കെ അത് ഡാമേജ് ചെയ്യും. ദാറ്റ്സ് എ മെയിൻ തിങ്. ദെൻ തേർഡായിട്ട് നമ്മൾ ഈ ഒരു ഗർഭപാത്രത്തിൻ്റെ 2 ട്യൂബ്സും ഓവറീസും ഇങ്ങനെ ആ പൊസിഷനിൽ നിന്നാലേ ആ നമ്മൾ ഈ റിപ്രൊഡക്റ്റീവ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മീൻസ് എഗ് ഫോർമേഷൻ ആയാലും ഭ്രൂണ ഫോർമേഷൻ ആയാലും പിക്കപ്പ് ആയാലും ഇംപ്ലാന്റേഷൻ ആയാലും. സോ വെൻ ദ എൻഡോമെട്രിയോസിസ് സ്റ്റാർട്ട്സ്, ഞാൻ പറഞ്ഞ രീതിയിൽ 1 by 1 സ്റ്റാർട്ട് സ്റ്റക്കിങ് ടുഗെദർ. ഇറ്റ്സ് എ സ്റ്റക്കിങ് ഡിസീസ്. വി കോൾ ഇറ്റ് ആസ് കിസ്സിങ് ഓവറീസ് എന്ന് പറഞ്ഞിട്ട്. ഓവറീസ് ഇങ്ങനെ 2 വന്നിട്ട് ഒന്നിച്ചിങ്ങനെ അടിച്ചിട്ട് പിന്നെ ഒരു യൂട്രസിന് ബാക്കിൽ ഇങ്ങനെ നിൽക്കും. സോ എവറിത്തിങ് ദ അനാറ്റമി ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. അവിടെ എഗ് റിലീസ് ആയാലും അത് എങ്ങോട്ട് പോകണമെന്ന് അതൊക്കെ മനസ്സിലാവത്തില്ല. ദർ ഇസ് നോ പ്ലേസ് ടു ഗോ. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടാക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എ കപ്പിൾ ഹു ഈസ് ഹാവിങ് ദീസ് സിംറ്റമാറ്റിക് പെയിൻഫുൾ സിംറ്റംസ് ആൻഡ് ആർ നോട്ട് ഏബിൾ ടു കൺസീവ് in the 6 months to 1 year after marriage, അവർ ഒന്നിച്ച് നിന്നിട്ട് കൺസീവ് ആയില്ലെങ്കിൽ definitely they should come for a workup and we have to look for all these factors. അതാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ചില സമയത്ത് ടാബ്ലറ്റ്സ് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് കീ ഹോൾ കൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്താൽ മതിയായിരിക്കും. ചില സമയത്ത് we'll have to go for injections, IUI and further treatment also, including test tube baby sometimes. മാം, അപ്പോൾ എല്ലാ ഇൻഫെർട്ടിലിറ്റിയും നമ്മൾ എൻഡോമെട്രിയോസിസ് ആണെന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യം? No, there is definitely that myth is not correct. Infertility is not equal to endometriosis. അതേ രീതിയിൽ എൻഡോമെട്രിയോസിസ് മാത്രമല്ല ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം, പല റീസൺസ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മാം, ഈ അസുഖത്തിൻ്റെ ഇപ്പം നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികൾ? ഞാൻ പറഞ്ഞ രീതിയിൽ അഡോലസെൻറ്റ് മീൻസ് ചെറിയ പ്രായത്തിന് കുട്ടികളായാൽ 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളാവുമ്പോൾ നമുക്ക് വി ഡോണ്ട് ഡു അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് അൺലെസ് ദ ഡിസീസ് ഇസ് സോ എനോർമസ്. ലൈക്ക് ചെറിയ മാനിഫെസ്റ്റേഷൻസ് പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ ബർത്ത് കൺട്രോൾ പിൽസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഹാസ് ഹോർമോൺ സപ്രസൻ ആക്ഷൻ. സോ ആ ഹോർമോൺസ് കൊണ്ട് ഈ പീരിയഡ്സ് നമ്മൾ സപ്രസ് ചെയ്തിട്ട് ആ ഡിസീസ് പ്രോഗ്രസ് ആവാത്തയും പെയിൻ റിലീഫ് കിട്ടുന്ന രീതിയിലും പെയിൻ കില്ലേഴ്സ് കൊടുക്കും. പിന്നെ ഈ ബർത്ത് കൺട്രോൾ പിൽസ് കൊടുക്കും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അതർ പ്രൊജസ്ട്രോജൻസ്. നമ്മൾ പ്രഗ്നൻസി മിമിക്കിംഗ് ടാബ്ലറ്റ്സ് ആയിരിക്കും കുറച്ച് യൂസ്ഫുൾ ഫോർ ദിസ് എൻഡോമെട്രിയോസിസ്. ബിക്കോസ് നമ്മൾ പേഷ്യൻസ് അടുത്ത് സെയിം പറയാറുണ്ട്, if you are married and you are trying to delay the pregnancy, these are the problems which can come up. Endometriosis, fibroids are all the things which come up. So pregnancy is a protection. It's a God given gift to protect against all these problems. So adana nammal ivide we are making use, exploring in the science that we are using this progesterones to suppress this endometriosis and to prevent it from progress avathe nokitte korchu divsangal kuda ചെറിയ പ്രായത്തിൻ്റെ കുട്ടി ഒരു 25 വരെ പോയിട്ട് അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി കംപ്ലീറ്റ് ആവുന്നവരെ വി മെയിൻറ്റെയിൻ വിത്ത് ദോസ് മെഡിസിൻസ്. Otherwise, we have other hormones which act at the level of brain, so that suppress the brain activity to menstruation suppress ചെയ്തിട്ട് we call it as menopause, pseudo-menopausal drugs എന്ന് പറയും. അങ്ങനത്തെ മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് ആയിട്ട് മാസത്തിൽ ഒരു ഇഞ്ചെക്ഷൻ ആയിട്ട് 3 to 6 months കൊടുക്കാറുണ്ട് വിത്ത് ബാക്കപ്പ് ഹോർമോൺസ്. അങ്ങനെ
അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്. പിന്നെ പെയിനിന് മാത്രം ഉള്ള മെഡിസിൻസ് കൂടെ ഉണ്ട്, ഓറൽ ടാബ്ലറ്റ്സ്. ബട്ട് ദ ഓൺലി തിങ് ഇസ് ദേ ആർ ടു ബി ഗിവൻ ഫോർ എ ലോങ് ടേം, ലൈക്ക് 6 months, 12 months, 2 years, 3 years അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരാം. പിന്നെ they will have some side effects also because of suppression. they will have some ചൂട് പിടിക്കുന്ന രീതിയിൽ ബോൺസ് തേയ്മാനമൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ സൈഡ് എഫക്ട്സ് കൂടെ ഉണ്ട്. സോ യു ഹാവ് ടു ബി മോണിറ്റർഡ് when we give this medicines. Okay. മാം, ഇങ്ങനെയുള്ള ഒരു ഡിസോർഡറിൽ ഗർഭധാരണം ഒരു ഗോഡ് ഗിവൺ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. ഇനി സർജിക്കൽ ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗർഭധാരണം സംഭവിക്കാനായിട്ട് ഈ സർജിക്കൽ ചികിത്സാ രീതികൾ ഹെൽപ്പ് ചെയ്യുമോ? ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ ഇപ്പോൾ എത്ര മെഡിസിൻസ് കൊടുത്താലും ഐ ക്യാൻ ഓൺലി പോസ്റ്റ്പോൺ യു ദ സിംറ്റംസ്, ഐ ക്യാൻ മാസ്ക് ദ സിംറ്റംസ്. പക്ഷേ അതിൻ്റെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ കറക്റ്റായിട്ട് curable ആണോ എന്ന് ചോദിച്ചാൽ ഐ വിൽ ടെൽ യു നോ. endometriosis is not 100% curable. 30% of the times patients will have കുറയും, the symptoms കുറയും, 30% will progress, 30% same situation over 20-30 years നിൽക്കും. So another what we are targeting in the treatment is symptomatic patients മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് definitive treatment is definitely surgical treatment. whatever the endometriosis എന്ന പറയുന്ന സാധനം, ഇപ്പോൾ ഈ ഗ്രന്ഥികൾ എവിടെ പുറത്ത് പോയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് എന്താ കാര്യം നടത്തിയിട്ടുണ്ട്, ആ ഗ്രന്ഥികളിനെ നമ്മൾ എടുത്തുകൊണ്ട് വരണം. So if you will ask me what are the surgical options എന്ന് പറയും, ഫസ്റ്റ് വൺ ഐ ടോൾഡ് യു, ഇൻഫെർട്ടിലിറ്റി കപ്പിൾ ആകുമ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് സിസ്റ്റിനെ മാത്രം എടുത്ത് കൊടുത്തിട്ട് ട്യൂബ്സ് ഒക്കെ നേരാക്കി കൊടുക്കും. അതൊക്കെ ഡെമോളിഷ് ആയിട്ടുണ്ടാവും, അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് പൊസിഷൻ ചെയ്ത് കൊടുക്കും. So the first 6 months after surgery they have a very good chance of pregnancy conception. Then after that we have ഒരു മറ്റേ പ്രായം 35 to 45 years എന്താ ചെയ്യും? 35 to 40 years is the age where they would have completed the family and they want a pain relief. So we'll give a pain relief medicines. അതും pain relief medicinesൽ ആവുന്നില്ലാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ സർജറിക്ക് എംബാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇൻ ദിസ് നമുക്ക് ലാപ്രോസ്കോപ്പിക് ആയിട്ടാണ് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് വി ഹാവ് എ മാഗ്നിഫിക്കേഷൻ ടു സീ ഓൾ ദ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സും കാണാൻ പറ്റുന്നത്. 6 times മാഗ്നിഫിക്കേഷൻ, വി ക്യാൻ സീ ദം ആൻഡ് we have 2 options. We can either remove it, അതിനെ നമ്മൾ ഇങ്ങനെ ബയോപ്സി പോലെ എടുത്തിട്ട് കളയാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനെ ഡെസ്ട്രോയ് ചെയ്യും, അബ്ലേഷൻ കോട്ടറൈസ് ചെയ്തിട്ട് ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ 2 options which are practiced. Excision is definitely better and we go for it usually when necessary. So last age group is 40 and above, 45. They would have suffered over 10, 15, 20 years and ഒരു ഡയഗ്നോസിസും ഇല്ലാത്ത കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. വയറിൻ്റെ അസുഖമാണോ, കുടലിൻ്റെ അസുഖമാണോ, എല്ലിൻ്റെ അസുഖമാണോ, ബാക്ക് പെയിൻ ആണോ, ഇത് സ്പൈനൽ കോർഡ് ഡിസീസ് ആണോ, ന്യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞു, കാലിന് വേദന, അതായത് യൂഷ്വലി ഇറ്റ് ഇസ് എ റേഡിയേറ്റിംഗ് പെയിൻ, കാല് വരെ പോകത്തുള്ളൂ. സോ ദേ വിൽ ഹാവ് ഗോൺ ടു ഓൾ ദ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ വേൾഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ പ്രോബ്ലം. സോ നമുക്ക് യൂഷ്വലി അത് ക്ലിനിക്കലി ആണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു എക്സൈസ്. സോ ആസ് ഐ മെൻഷൻഡ് യു, യൂട്രസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവത്തില്ല. ദാറ്റ്സ് ദ റീസൺ ദ പീപ്പിൾ ഷുഡ് ബി ഗോയിങ് ടു ദ endometriosis specialist for the further the treatment, expertise treatment, because യൂട്രസ് മാത്രം എടുത്തു കഴിഞ്ഞാലും ആസ് ഐ ടോൾഡ് യു ദ ഡെപ്പോസിറ്റ്സ് കുറേ സ്ഥലത്തുണ്ട്. അടുത്തുള്ള കുടലി ആവാം, ചിലപ്പം യൂറിറ്റർ ആവാം, നമ്മുടെ മൂത്രസഞ്ചിൻ്റെ ട്യൂബ് ആവാം, ഇല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ഈവൻ ദ നെർവ്സ് which are getting involved. So it should be a multidisciplinary team. Chalapam we take the help from our colleagues, from urologists or colorectal surgeons. നമ്മൾ mainly ആ portion ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ വി ഹാവ് എ എൻറ്റിറ്റി കോൾഡ് റെക്ടോവെജൈനൽ നോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്, അത് ഈ എൻഡോമെട്രിയോസിൻ്റെ കട്ട് പോർഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ നമ്മൾ വയറ്റിന് പോകുന്ന 8 ഭാഗമാണ് റെക്ടം, അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ചേർത്തിട്ടുണ്ടാവും. സോ ദാറ്റ് ടൈം വി ടേക്ക് ദ സർജൻസ് ഹെൽപ്പ് ഓൾസോ ടു എക്സൈസ്, കംപ്ലീറ്റ്ലി എക്സൈസ് ചെയ്തിട്ട് വി ഗീവ് ദ റിലീഫ് ടു ദ പേഷ്യൻസ്. സോ ഇറ്റ്സ് എ ടെക്നിക്കലി കോംപ്ലെക്സ് പ്രൊസീജിയർ, സോ ഇറ്റ് നീഡ്സ് എക്സ്പെർട്ടീസ്. ഏകദേശം ഒരു 20-25 പ്രായമുള്ള പെൺകുട്ടികളിൽ എൻഡോമെട്രിയോസിസ് വന്നാൽ വീണ്ടും അവർക്ക് ഗർഭധാരണം സാധ്യമാണോ? അതിന് നമുക്ക് എന്തെങ്കിലും പ്രത്യേക ചികിത്സ അങ്ങനെയുണ്ടോ?
Definitely, there is no other partner. It is not equal to infertility. 30% of them it regresses, means it korayam chalapam. As I told you, it's a chronic inflammation. There are hypotheses telling that it is an autoimmune condition, means nammala dehathile stress koodumba pinne tension koodumba varuna hormones kondu pinne adinte kooda idu koodam chalapam. So when we have a stress free life and ee autoimmune factors, gut factors okke korayumba dehathil chalapam ee endometriosis korayam. Pinne nammal adu nerthe kandupidichaalum we give a definitive treatment and we try to that adu koodal onnu koodi povathe shraddhikkum. Pinne moonamathathu there is a entity called congenital anomalies. Uterus na shape in the vyatyasa avam chalapam adinte outlet obstruction vaayinde close dwara close ആയിരിക്കാം. അങ്ങനത്തെ കണ്ടീഷൻസിൽ കൂടെ ഈ മെൻസ്ട്രൽ ബ്ലഡ് തിരിച്ചു പോകും. ഇറ്റ്സ് നോട്ട് ഡസൻറ്റ് കം ഔട്ട്, പുറത്ത് പോകാൻ സ്ഥലമില്ലാത്ത അങ്ങനത്തെ കണ്ടീഷൻസിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെർ ഇസ് ദ പ്രോബ്ലം. അതിൻ്റെ ഡെഫിനറ്റീവ് സർജറീസ് ഉണ്ട്, കൺജനൈറ്റൽ മുലേറിയൻ അനോമലീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ. സോ വി ഹാവ് ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് റിയലി എ മാജിക്കൽ റിലീഫ് ഫോർ ദ പേഷ്യൻസ് when they have such issues. ചെറിയ ഭിത്തിൻ്റെ എക്സ്ട്രാ ഗ്രോത്ത് ആയിരിക്കാം, ജസ്റ്റ് അത് എക്സസൈസ് ചെയ്താൽ മതി. ആ സമയത്ത് പിന്നെ അത് യൂഷ്വലി വരത്തില്ല വെൻസ് യു ട്രീറ്റ് ദാറ്റ് ഡെഫിനറ്റീവ് കണ്ടീഷൻ. മാം ഇപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും സ്ട്രെസ്സും അല്ലാതെ നമ്മുടെ നോർമൽ ജീവിതശൈലിയിലുള്ള എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു അസുഖത്തിന് കാരണമാകുന്നത്? It's a very, as I told you, it's a very vast disease, chronic disease without clear cut definition. ഇതുകൊണ്ടാണ് ഇത് വരുന്നത്, ഇത് തന്നെ ചെയ്യണം, അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷെ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ലൈഫ് സ്റ്റൈൽ ആയിട്ട് എടുക്കുമ്പോൾ മെയിൻലി ദർ ആർ സം ഡയറ്റിക് കോറിലേഷൻസ് ലൈക്ക് ഗട്ട് ഫ്ലോറ ഒക്കെ നമ്മൾ ഫേവറബിൾ ആയിരിക്കണം. ലൈക്ക് ഹോർമോൺ ഇൻഡ്യൂസിങ് ഫുഡ് ലൈക്ക് what we call the estrogen rich ulla food aya soya ayalu soya products ayalu chicken products ayalu we have to curtail it. We have to oru cheriya amount aayirikkanam. Pinne high fiber diet enna parayum nammal. Pinne high fiber enna parayna usually vegetables and fruits in the fiber will avoid this estrogen absorption or whatever the high ഓക്സിഡേഷൻ എഫക്റ്റ് ഉള്ള പ്രോഡക്ട്സിനെ വാഷ് ഔട്ട് ചെയ്യും ഗട്ടിൽ. അതും പിന്നെ മെയിൻലി നമ്മൾ ആൻറ്റോക്സിഡൻസ് ഉള്ള റിച്ച് കളർഡ് ഫ്രൂട്ട്സ് എന്നാ പറയും. പപ്പായ ആയാലും മാംഗോ ആയാലും അങ്ങനത്തെ റെഡ് ആൻഡ് ഓറഞ്ച് കളർ റിച്ച് ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ കൂടെ വി ക്യാൻ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് തിയറിറ്റിക്കലി ആൻഡ് ഹൈപ്പോത്തറ്റിക്കലി കർട്ടൈൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ റിസർച്ച് സ്റ്റഡീസ് പറയണത്. ബട്ട് ദർ ഇസ് നോ ഡെഫിനറ്റീവ് സച്ച് തിങ്. And definitely stress-free life is always better for any part of the body's disease. മാം, എൻഡോമെട്രിയോസിസ് പോലെയുള്ള ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു അസുഖത്തിന് നമ്മൾ കറക്റ്റ് സമയത്ത് ഫലപ്രദമായ ചികിത്സ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി. ഫസ്റ്റ് ഓഫ് ഓൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, അത്ര പെയിൻ ആയിരിക്കും. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഞാൻ പറഞ്ഞ രീതിയിൽ അത് ആസ് ദ ഡിസീസ് പ്രോഗ്രസസ് അടുത്തുള്ള അവയവങ്ങളാದ റെക്ടം, യൂറിറ്റർ, മൂത്രസഞ്ചിൻ്റെ കിഡ്നിക്ക് പോകുന്ന ട്യൂബും ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ആ ഡിസീസസിന് ആ അംഗങ്ങളിനെ അത് ബാധിക്കും. ചിലപ്പം യൂറിറ്റർ ഫുൾ അബ്സ്ട്രക്റ്റ് ആയിട്ട് യൂറിൻ ബ്ലോക്ക് ആയിട്ട് കിഡ്നി ഡാമേജിന് വരാം. അങ്ങനത്തെ വളരെ റെയർ കോംപ്ലിക്കേഷൻസ് ആയാലും ദേ ആർ ദ പോസിബിലിറ്റീസ്. സോ ഇത് നമുക്ക് നേരത്തെ അതിനെ കർട്ടൈൽ ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ട് വാട്ട് എവർ സപ്രഷൻ ക്യാൻ ബി ഡൺ ഷുഡ് ബി ലുക്ക്ഡ് ഇൻ ടു. Very rarely we have less than 1% we have a chance of malignancy, means cancerous changes kuda very rarely ee chocolate cyst le long standing cases le kaanarundu. So these are the usual problems for long standing cases. മാം, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഈ എൻഡോമെട്രിയോസിസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതിന് വരാതിരിക്കാനും ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? As I mentioned, exactly കുറച്ച് ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആൻഡ് ഡയറ്റാണ് മെയിൻലി പറയാൻ പറ്റുന്നത്. പിന്നെ ആസ് സൂൺ ആസ് somebody, your sister, friend or a wife or somebody who tells you that there is a severe pain during periods, you please suggest them to go and see the gynecologist and do the needful at the early stage. Early stage il nammal adine intervene cheyyumba korchu kuda better aayittu we can help them out. മാം, ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാം തന്നു, പ്രത്യേകിച്ച് ഇത്രയും കോമൺ ആയിട്ടുള്ളൊരു ഡിസീസിനെ കുറിച്ച് ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് തന്നതിന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും നന്ദി. താങ്ക് യു.